സാർ നമസ്കാരം. നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ 35 പ്രതിപക്ഷ MLA-മാരിൽ നിന്നല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നിയമസഭയിലും അല്ലെങ്കിൽ മന്ത്രിസഭാ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പറ്റം പ്രതിപക്ഷ നിര തന്നെ വി ഡി സതീശൻ്റെ ഭരണത്തിന് വഴിമുടക്കികളായി മുന്നിൽ നിൽക്കുന്നു, ശകുനം മുടക്കികളായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ഇപ്പോൾ 2 മാസം പിന്നിടുമ്പോഴും സതീശൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും കീറാമുട്ടിയും അത്തരം ചില പ്രശ്നങ്ങൾ തന്നെയാണ്. പറഞ്ഞു വരുന്നത്, ഒടുവിൽ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നടത്തിയ ഒരു പരസ്യ പ്രസ്താവനയാണ്. അതിന് വി ഡി സതീശൻ മറുപടി പറഞ്ഞതാകട്ടെ, ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുന്നതിൽ ലോ കോളേജ് KSU യൂണിറ്റ് അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നില്ല എന്നുള്ള ഒരു വികാരത്തോടു കൂടി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ അലോഷി ഈ വിഷയം കൈകാര്യം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടടുത്ത് തുറന്നു പറയും, ഭരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭരണം നിലനിർത്തുകയും എന്നുള്ള ബാധ്യതയല്ല ഞങ്ങൾക്കുള്ളത്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ക്രിയാത്മകമായ സമരരംഗത്ത് എവിടെയൊക്കെയാണ് KSUവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ അലോഷി അടക്കമുള്ള KSUവിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വരണം, തയ്യാറാകണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ കൈക്കൊണ്ട അല്ലെങ്കിൽ വി ഡി സതീശൻ സർക്കാർ കൈക്കൊണ്ട ഈ നിയമനത്തിൽ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള MP-മാർക്ക് പങ്കുണ്ട് എന്ന് അവർ തന്നെ പരസ്യമായി വന്ന് പറഞ്ഞിരിക്കുന്നു. യോഗ്യതയുള്ള ആളെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് ABVP അല്ലെങ്കിൽ CPM ബന്ധമുള്ള ആളുകളൊക്കെയാണ് ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് പറയുന്നത്. ഇന്നലെ കേരളത്തിൻ്റെ മൺമറഞ്ഞ ഏറ്റവും ജനകീയനായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ KPCCയുടെ മുൻ പ്രസിഡന്റും മുൻ സ്പീക്കറുമൊക്കെ ആയിരുന്ന VM സുധീരൻ്റെ ചില ഇടപെടലുകൾ വീണ്ടും സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയായി മാറുന്നു. KSUവിനെ കുറിച്ചാണ് കൂടുതൽ സമയം ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ VM സുധീരൻ സംസാരിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. KSU പ്രസ്ഥാനത്തിലൂടെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളും വളർന്നു വന്നത്. ഉമ്മൻചാണ്ടിയും അങ്ങനെ തന്നെയായിരുന്നു, വിദ്യാർത്ഥി യൂണിയനിലൂടെ. അതുകൊണ്ട് അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ട ഇടങ്ങളിലെല്ലാം അഭിപ്രായം തുറന്നു പറയണം. അലോഷി സേവ്യറിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി, പ്രസംഗപീഠത്തിനരികിലേക്ക് വിളിച്ചു വരുത്തി കൈ കൊടുക്കുന്ന VM സുധീരനെയാണ് കണ്ടത്. അഭിപ്രായങ്ങൾ തുറന്നു പറയണം. ചിലപ്പോഴത് തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, അത് മൈൻഡ് ചെയ്യേണ്ട എന്നർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഉദ്ദേശം സതീശനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും തുടരണം എന്നാണ്. ഭരണം കിട്ടുമ്പോൾ മാത്രം എവിടെയെങ്കിലും നിന്ന് അലക്കിത്തേച്ച വടിവത്ത ഖദറിട്ടുകൊണ്ട് ആദർശത്തിൻ്റെ ഖദർ അതിനേക്കാൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന VM സുധീരനെയാണ് നമ്മൾ കാണുന്നത്. 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചപ്പോൾ VM സുധീരന് യാതൊരു തരത്തിലുമുള്ള പരാതികൾ ഉണ്ടായിരുന്നില്ല, സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടായിരുന്നില്ല. കേരളത്തിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം കൂട്ടി ഏതാണ്ട് 1000-ഓളം 999 ബാറിൻ്റെ അടുത്തേക്ക് അത് നീട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. ബാറുകൾ തുറക്കുന്ന സമയം നേരത്തെയാക്കി, അടയ്ക്കുന്ന സമയം കൂടുതൽ നീട്ടിക്കൊടുത്തു. കേരളത്തിൽ സുലഭമായി മദ്യം ഒഴുകി. അതുപോലെ തന്നെ ലോട്ടറി മാഫിയ രാജാക്കന്മാർ കേരളത്തിലെ ചൂതാട്ട രംഗം പോലെ തന്നെ ലോട്ടറിയെ ഉപയോഗിച്ചു. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ. എന്തിന് അവസാനം അംഗൻവാടി ടീച്ചേഴ്സിന്, അംഗൻവാടി ആയമാർക്ക് ഒരു ദിവസം 100 രൂപയെങ്കിലും 300 രൂപയെങ്കിലും ശമ്പളം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊരുവെയിലെത്തും പെരുമഴയത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർഷങ്ങളോളം സമരം ചെയ്ത് ഈ ആശാവർക്കർമാരെ VM സുധീരൻ ഒരിക്കൽ പോലും കണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹം അവർക്ക് വേണ്ടി ഒരു പ്രസ്താവനയും നടത്തിയതായി എൻ്റെ ഓർമ്മയിലില്ല. ഒരു എളിയ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അതെൻ്റെ അബദ്ധമാണ്, തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാനത് തിരുത്തുന്നു, ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ VM സുധീരൻ വളരെ സംതൃപ്തനായിരുന്നു. കാരണം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ നല്ല ഭരണമായിരുന്നു കേരളത്തിൽ കാഴ്ചവെച്ചത്. വി ഡി സതീശൻ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീര്യം കുറഞ്ഞ മദ്യനയത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയുടെ പേരിലും ഒക്കെ VM സുധീരൻ വിലങ്ങുതടിയായി മുന്നോട്ട് വരുന്നു. K കരുണാകരൻ ഭരിക്കുമ്പോൾ സ്പീക്കർ എന്ന രീതിയിൽ VM സുധീരൻ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇന്നലെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്ന VM സുധീരൻ ഉമ്മൻചാണ്ടി സർക്കാർ താഴെ എറിഞ്ഞതിന് വേണ്ടി പ്രധാനപ്പെട്ട ചരട് വലിച്ച ആളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെല്ലാം നോക്കിക്കാണുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം VM സുധീരൻ എല്ലാവർക്കും വേണ്ടപ്പെട്ട നേതാവ് തന്നെയാണ്.
അദ്ദേഹം ദക്ഷിണാശാലിയായ നേതാവാണ്, അദ്ദേഹം തിരുത്തൽവാദി നേതാവ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടലെല്ലാം തന്നെ പാർട്ടിയെ നശിപ്പിക്കുന്ന, പാർട്ടി നല്ല രൂപത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ മുക്കിലും മൂലയിലും ബാറുകൾ വന്നപ്പോൾ, മദ്യം ഇവിടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും സുലഭമായപ്പോൾ ഈ പറയുന്ന വി എം സുധീരൻ്റെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണോ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം അതിനു മുമ്പ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ നേതാവ് കേരളം ഭരിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിൽ മദ്യനിരോധനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ അദ്ദേഹം മദ്യം നിരോധിച്ചു. ആ മദ്യം നിരോധിച്ച് കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആ സമയത്ത് ഏറ്റവും അധികം കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആളാരാണ്? വി എം സുധീരനാണ്. വി എം സുധീരൻ കേരള ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞ് അടിക്കുകയും അത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും അത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വി എം സുധീരൻ പിന്നീട് പിണറായി വിജയൻ വന്നപ്പോൾ മദ്യം നിരോധിച്ചത് പിൻവലിച്ചു. പിന്നെ ഇഷ്ടം പോലെ മദ്യം കേരളത്തിൽ എത്തുന്ന രൂപത്തിൽ 907 915 എത്ര ബാറുകൾ, വെറും 29 ബാറുകൾ മാത്രം 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് മാറി 900-ൽ മേലെ ബാറുകൾ കേരളത്തിൽ വന്നപ്പോൾ ഈ വി എം സുധീരൻ എവിടെയായിരുന്നു? ഈ 10 വർഷം അദ്ദേഹം എവിടെയായിരുന്നു? ഇപ്പോൾ വി ഡി സതീശൻ അധികാരത്തിൽ വന്നില്ല. അപ്പോൾ അതിൻ്റെ തുടക്കം വിടുന്നുള്ളൂ. അതിൻ്റെതായ നയരൂപീകരണം മറ്റുള്ള കാര്യങ്ങൾ നടന്നു വരുമ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് KSU നേതാവായ അലോഷ്യസിനെ അദ്ദേഹം പ്രേരണ നൽകുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം, നിങ്ങൾ പറയണ്ട എന്നുള്ളതല്ല. ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രൂപത്തിൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന് തൻ്റെ ഇടപൂർവ്വം പറയാനുള്ളതിന് പകരം കേരളത്തിൽ ഒരു കലാപമുണ്ടാക്കുക, KSU വിദ്യാർത്ഥികളെ കൊണ്ട് തങ്ങൾ എന്തോ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആൾക്കാരാണ്, അപ്പം കലാപമുണ്ടാക്കി ഈ പ്രശ്നത്തിൽ ഇടപെടുക. അവരൊരു വിദ്യാഭ്യാസ നയത്തിലെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചല്ലല്ലോ ഈ പറയുന്ന അലോഷ്യസ് പറഞ്ഞിട്ടുള്ളത്. പകരം അദ്ദേഹം ഗവൺമെൻറ് പ്രീഡർമാരെ നിയമിക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഗവൺമെൻറ് പ്രീഡർമാരെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ പരസ്യമായി പറയുകയല്ല അദ്ദേഹം ചെയ്യേണ്ടിരുന്നത്. അദ്ദേഹം കൃത്യമായി അത് എത്തിക്കേണ്ട അടുത്ത് പറയുകയും അത് ആരും അറിയാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിന്, അവർക്കും പാർട്ടിക്കും ഭൂഷണമായിട്ടുള്ളത്. അങ്ങനെ ചെയ്യാത്തൊരാളെ പരസ്യമാക്കി അഭിനന്ദിച്ച് പ്രേരണ കൊടുത്ത് നിങ്ങൾ ഇനിയും കലാപം ഉണ്ടാക്കിക്കോ, ഞാനുണ്ട് കൂടെ എന്നുള്ളതാണ് ഇന്നലെ വി എം സുധീരൻ പറഞ്ഞിട്ടുള്ളത്. സാർ ഒന്നുകൂടി എടുത്ത് പറയട്ടെ. അതിപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വിഷയത്തിൽ ഞങ്ങൾ ഇടപെടും എന്നുള്ളതാണ് അലോഷ്യസ് സേവ്യറിൻ്റെ ഒരു അഭിപ്രായം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ദുരന്തമാണ് കള്ളാടി ദുരന്തം. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തുരങ്കപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ തുരങ്കപ്പാത നിർമ്മിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് 12 മീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഈ KSU പ്രവർത്തകർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചതായി എനിക്കറിയില്ല. എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവം സമീപകാലത്ത് അതായിരുന്നു. അത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടാതെ വി ഡി സതീശൻ എന്ന നേതാവിനെ ഏത് വിധേനയും കോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കോർണർ ചെയ്തുകൊണ്ട് ഒരു കോക്കസ് രൂപം കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ അഭിപ്രായം കോൺഗ്രസിനെതിരെ വരുന്നത്. അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് വി ഡി സതീശനെതിരെ മുകളിൽ എവിടെയോ ചരടുവലി നടത്തുന്നുണ്ട്. അതിൻ്റെ ചരടിൻ്റെ തുമ്പത്ത് പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് അലോഷ്യസിനെ പോലുള്ള ചില യുവ നേതാക്കൾ പെരുമാറുന്നില്ലേ എന്നൊരു സംശയം. മറ്റൊരു കാര്യം കൂടി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, KPCCക്ക് കേരളത്തിൽ ഒരു നാഥനില്ല. KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് മന്ത്രിയായതിനു ശേഷം KPCC പ്രസിഡന്റിൻ്റെ ജോലികൾ തീരുമാനിക്കാൻ പറ്റുന്നില്ല. KPCC പ്രസിഡന്റിന് എന്തുകൊണ്ട് തീരുമാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനം കഴിഞ്ഞ് വരട്ടെ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വി എം സുധീരൻ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? നേരത്തെ KPCCയുടെ തലപ്പത്തിരുന്ന ആളാണല്ലോ. ഇതുപോരാ, കേരളത്തിൽ KPCCക്ക് ഒരു നാഥൻ വേണം. ഭരണത്തിൻ്റെ വഴിക്ക് പോട്ടെ, പാർട്ടിയെ നേരായ ദിശയിൽ നയിക്കാൻ ഒരു നേതൃത്വം വേണം. ഈ അലോഷ്യസ് അടക്കമുള്ള ആളുകൾക്ക് KPCCയിൽ ആദ്യം പരാതി കൊടുക്കേണ്ടിയിരുന്നത്, പിന്നീട് അത് വിവാദമായതിനു ശേഷമാണ് അലോഷ്യസ് KPCCയിൽ പരാതി കൊടുത്തത്. ഇതേക്കുറിച്ചൊക്കെ എന്തുകൊണ്ട് വി എം സുധീരന് പറയാൻ സാധിക്കുന്നില്ല? അതായത് വി എം സുധീരൻ ഇതിൻ്റെ അകത്തൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ ഗവൺമെൻറ് UDF ഗവൺമെൻറ് വരുന്ന സമയത്താണ് ഈ ആദർശങ്ങളുടെ പെരുമഴ വി എം സുധീരന് വരുന്നത്. അതിനു മുമ്പ് ഈ പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഇതെല്ലാം കെട്ടടങ്ങി അദ്ദേഹം മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നോ എന്ന് സംശയിക്കേണ്ടത്. അദ്ദേഹം സംതൃപ്തനായി കാണണം. പിണറായി വിജയന്റെ ഭരണകാലത്ത് യാതൊരു തരത്തിൽ അഴിമതി വി എം സുധീരന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടായി കാണില്ല. ഏറ്റവും രസകരമായ കാര്യം വി എം സുധീരൻ നേരത്തെ നല്ലൊരു മദ്യപാനി ആയിരുന്നു എന്നുള്ളതാണ്.
മുമ്പ് അടിച്ച് ഫിറ്റായി അദ്ദേഹം നടത്തിയിട്ടുള്ള കോപ്രായങ്ങളെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ തൃശ്ശൂരിൽ ഒന്ന് അന്വേഷിച്ചാൽ പഴയ ആളുകൾ പറഞ്ഞു തരും, കോൺഗ്രസ് നേതാക്കന്മാർ. പഴയ ചരിത്രം പറഞ്ഞ് പുതിയ നേതാക്കൾ. അദ്ദേഹം ധിഷണാശാലിയായ ഒരു നേതാവായി നിൽക്കണം, സമൂഹത്തിൽ അനീതിക്കും അഴിമതിക്കെതിരെ പോരാട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ലാവ്ലിൻ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് താല്പര്യവുമാണ്. മുമ്പ് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഫൈറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സഹായങ്ങളും കിട്ടിയിട്ടുണ്ട്. മറ്റും ഫൈനാൻസ് കേസുമായി ബന്ധപ്പെട്ട് സ്പിരിറ്റ് കടത്തിയ കാര്യങ്ങളിലെല്ലാം തന്നെ വി എസ് സുധീരൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നതിന് മടിയില്ല. അങ്ങനെയുള്ള വി എസ് സുധീരൻ അനവസരത്തിൽ ഒരു ഗവൺമെൻറ് വന്നു, കുറച്ച് ദിവസം നിന്നില്ല, 2 മാസം ആവുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ അവർക്ക് കൃത്യമായി ഭരണനിർവഹണത്തിന് ആവശ്യമായ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇത്രയും വ്യാപകമായ രൂപത്തിൽ ചില സംഘടനകളെ, അതായത് ഈ KSU വിദ്യാർത്ഥികളെ ഇളക്കി വിട്ട് ഭരണം അട്ടിമറിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ വി എസ് സുധീരൻ ശ്രമിക്കുന്നത്. അദ്ദേഹം 10 വർഷം അദ്ദേഹത്തിന് ഈ നീതിബോധമെല്ലാം അദ്ദേഹം എവിടെ കൊണ്ട് വെച്ചു എന്നുള്ളതാണ് നമുക്കറിയാത്തത്. ഇപ്പോൾ പെട്ടെന്നാണ് ആ നീതിബോധമൊക്കെ അദ്ദേഹത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഭരണം വന്നു, കുറച്ചു കാലം ഇരിക്കട്ടെ, വന്ന ആളുകളെല്ലാം കറക്റ്റാണോ അല്ലേ, എന്താണ് ഈ KSU നേതാവ് പറഞ്ഞത്? KSU നേതാവിനെ വിളിച്ച് പറയേണ്ട ഉപദേശം എന്താണ്? നിങ്ങളിങ്ങനെ അനവസരത്തിൽ എടുത്ത് ചാടല്ലേ, നിങ്ങൾ ഗവൺമെൻറ് പ്രൊഡറുമായി നിയമവുമായി ബന്ധപ്പെട്ട് KSU അല്ല വർത്താൻ പറഞ്ഞ് ഉണ്ടായി തന്നെ പാർട്ടിയുടെ പോഷക സംഘടന എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടല്ലോ. KPCC പ്രസിഡന്റ് നിങ്ങൾക്ക് KSUവിൻ്റെതായ ഒരു നിവേദനം കൊടുക്കാം. അതേപോലെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഓഫീസിൽ നേരിട്ട് പോയി അദ്ദേഹത്തോട് കാര്യം പറയാം. ഇതൊന്നുമില്ലാതെ ഇത്തരത്തിൽ പരസ്യമായി അവഹേളിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഗൂഢാലോചന തന്നെയാണ്. ഇത് KC വേണുഗോപാലാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് കൃത്യമായി നമുക്ക് കണക്കൂട്ടിയാൽ മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പോൾ സമൂഹം അത്തരത്തിലൊരു സംശയം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു വെച്ച് കാത്തിരിക്കുന്ന ആളുകൾ, ആ കുപ്പായം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആരൊക്കെയോ ഇപ്പോഴും VD സതീശനെതിരായി ചില ആളുകളെ രംഗത്തിറക്കി കളിക്കുന്നു എന്ന് ജനം സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റും. KC വേണുഗോപാലിന്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ കറുത്ത കരങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് കറുത്ത കരങ്ങളാവാൻ കാരണം? അദ്ദേഹത്തിന് ഇത്രയധികം നാണക്കേടുണ്ടായ ഒരു സംഭവം ഉണ്ടായില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷ MLA-മാരും അദ്ദേഹത്തെ സഹായിച്ചു. പക്ഷെ ജനങ്ങൾ VD സതീശനോടൊപ്പം നിന്നു. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി നടപടി എടുക്കേണ്ടി വന്നു. അതും വി എസ് സുധീരൻ അന്ന് ആ ജനങ്ങളുടെ പ്രതികരണം കണ്ട് അവിടെ ഡൽഹിയിൽ പോയി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള നൈരാശ്യം, ജനങ്ങളെ എല്ലാവരുടെ ഇടയിൽ ഉണ്ടായുള്ള തിരിച്ചടി, നാണക്കേട്. ഞാൻ ഒന്ന് ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. VM സുധീരൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല VD സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കിയത്. അന്ന് കേരളത്തിലെ ജനത്തിന്റെ വികാരം ഇന്നതാണ് എന്നുള്ളത് VM സുധീരനോട് കേന്ദ്രം ചോദിച്ചപ്പോൾ VM സുധീരൻ സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ കേരളത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിൽ വലിയ പിളർപ്പുണ്ടാകും, ഇനി ഒരിക്കലും കോൺഗ്രസിന് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ആ ഗ്രൗണ്ട് റിയാലിറ്റി ഹൈക്കമാൻഡിനെ അറിയിച്ചു. അല്ലാതെ VM സുധീരൻ ഇടപെട്ടതിന്റെ പേരിൽ മാത്രമല്ല VD സതീശനെ കേന്ദ്ര മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. ഘടകകക്ഷികൾ ഒന്നടങ്കം VD സതീശൻ മുഖ്യമന്ത്രിയാവണം, ജനകീയനായ നേതാവ്, തെരഞ്ഞെടുക്കപ്പെട്ട നേതാവ് മുഖ്യമന്ത്രിയാവണം. KC വേണുഗോപാല് കർണാടകയിലെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മന്ത്രിയെ വരെ പാണക്കാട് തങ്ങളുടെ അടുത്തെത്തിച്ച് VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിച്ച കാര്യമൊക്കെ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേന്ദ്രത്തിന് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന കേന്ദ്രത്തിലിരിക്കുന്ന 3-4 പേർക്ക് മുന്നിൽ കേരളത്തിന്റെ യഥാർത്ഥ വസ്തുത ധരിപ്പിക്കുന്നതിൽ VM സുധീരൻ പങ്കുവഹിച്ചിട്ടുണ്ട്. അല്ലാതെ VM സുധീരൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രമായി പറഞ്ഞത് കൊണ്ട് എന്നുള്ളതല്ല. പക്ഷെ VM സുധീരൻ അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അങ്ങനെയുള്ള VM സുധീരൻ എന്തിനാണ് എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ചീത്തപ്പേരുണ്ട്. അത് K ബാബു തന്നെ, അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബു തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള VM സുധീരൻ ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ള ഒരു ഭരിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ കലാപം ഉണ്ടാക്കാൻ ഇങ്ങനെ അലോഷ്യസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് KC വേണുഗോപാലിൻ്റെ ഉദ്ദേശം കൃത്യമായി VM സുധീരൻ വഴി നടപ്പിലാക്കി കൊടുക്കാൻ പോകുന്നു. KC വേണുഗോപാലാണ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി, നാണക്കേട്. അത് മറക്കാൻ വേണ്ടി VD സതീഷ് ഉണ്ടായിട്ടുള്ള ജനപിന്തുണ ഒന്ന് കുറച്ച് കാട്ടണം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകൾ സപ്പോർട്ടില്ല എന്നുള്ള വരുത്തി തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇപ്പോൾ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇത് അതേപോലെ തന്നെ നമ്മൾ VD സതീശനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. KSU വിദ്യാർത്ഥികളെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചോളാം, അവർക്ക് എന്താണ് പ്രശ്നം, എൻ്റെ കുട്ടികളല്ലേ, ഞാൻ അവരെ വിളിച്ച് ചോദിക്കും എന്താണ് അവർക്ക് കംപ്ലൈൻറ്റ്,
എന്നൊരു വാക്ക് പറഞ്ഞ് വളരെ നയതന്ത്രപരമായി അതും കൂടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നോട് അഭിപ്രായം കൂടിയുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം പിന്നെ കഴിഞ്ഞ തവണ മദ്യത്തിന്റെ പ്രശ്നം വന്നപ്പോൾ വി.എം. സുധീരൻ ഇത് എടുത്തിട്ടപ്പോൾ മദ്യം വേണോ വേണ്ടയോ എന്നുള്ളത് നിശ്ചയിക്കേണ്ടത് KPCC ആണ്. എന്നാൽ മദ്യം ഉണ്ടെങ്കിൽ, കുറഞ്ഞ വീര്യമുള്ള മദ്യം ഉണ്ടെങ്കിൽ അതിന്റെ നികുതി ഇതാണെന്ന് പറഞ്ഞ് വളരെ തന്ത്രപരമായിട്ട് വി.എം. സുധീരന്റെ വായടയ്ക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചതെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു സമീപനമല്ല വി.ഡി. സതീശന്റെ ഭാഗത്ത് വന്നത് എന്ന് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം KSU വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആൾ കൂടി തന്നെയാണ്. അദ്ദേഹം NSUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹാത്മാഗാന്ധി കോളേജിന്റെ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അപ്പൊ അങ്ങനെയുള്ള വി.ഡി. സതീശൻ നമ്മള് വിദ്യാർത്ഥികളെ നയപരമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ പുറത്ത് തട്ടിക്കഴിഞ്ഞാൽ അതേ പ്രശ്നം കഴിഞ്ഞു. അപ്പം അത് ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെ വി.ഡി. സതീശൻ അത്തരത്തിൽ ഒരു സമീപനം എടുക്കേണ്ടതാണ് എന്നുകൂടി നമുക്ക് അതിനകത്ത് അഭിപ്രായമുണ്ട്. അങ്ങനെ ആയിരിക്കണം അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ നയതന്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹം ഓരോ പ്രശ്നങ്ങളെയും കവർ ചെയ്ത് പോകണം. ഇതിൽ വളരെ നിസ്സാരമായ ഒരു സമീപനം കൊണ്ട് അത് മാറ്റാൻ കഴിയുമായിരുന്നു. മറ്റുള്ളവർക്ക് വെറുതെ അതായത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് സൈബർ കമ്മികൾക്ക് ഒന്നും കിട്ടാത്തടുത്ത് വി.ഡി. സതീശനെ അലക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം പകരം അദ്ദേഹം അന്ന് പറയുകയാണ്, KSU വിദ്യാർത്ഥികളല്ലേ, ഞാൻ അവരെ വിളിച്ച് തീർച്ചയായും ഞാൻ കേൾക്കും, അവർക്ക് എന്താണ് പറയാനുള്ളത് കൂടി ഞാൻ കേൾക്കും. അത് എന്താണ് കേൾക്കുക എന്നുള്ളത് സെക്കൻഡറിയാണ്. അവരോട് തന്നെ പ്രതീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കാര്യമല്ല, ഇങ്ങനെ ഈ വഴിക്ക് വന്നതാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അവസരം കൊടുത്താൽ അവരുടെ പ്രശ്നം തീർന്നു. അതുപോലെ നയപരമായിട്ട് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം നേരത്തെ കാണിച്ച സാമർഥ്യം ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കേട് പല മേഖലകളിൽ നിന്നുണ്ട്. അത് അദ്ദേഹം ശ്രദ്ധിക്കുക തന്നെ വേണം.